പിന്നെ നമ്മൾ എന്ത് തീരുമാനം എടുത്താലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് പ്രകൃതി തന്നെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നെത്തിക്കുന്നതാണ് വലിയൊരു സത്യം. ഫുൾ കോൺഫിഡൻസോടെ ക്യാമറയുടെ മുമ്പിൽ സംസാരിക്കാനാണെങ്കിലും എന്നെ പോലെ ഒരു വ്യക്തി ഇത്രയധികം മാറാന്ന് പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ പലരും അത്ഭുതപ്പെട്ടേക്കും. കാരണം ഞാൻ ഒട്ടും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും വരാത്തൊരു വ്യക്തിയാണ്. അപ്പൊ എന്നെ പോലെ ഒരു വ്യക്തി ഇത്രയധികം മാറണമെന്നുണ്ടെങ്കിൽ ആ 10 days വീഡിയോ ചാലഞ്ച് നമുക്ക് അത്രയധികം നമുക്ക് റിസൾട്ട് വരുന്നുണ്ടെന്നുള്ളതാണ്. കോവിഡിന്റെ ടൈം ആയപ്പോഴും കംപ്ലീറ്റ് ലോസ് ആയി. അതായത് നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ടൈമിനകത്തേക്ക് ഫുള്ളായിട്ടും നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ട് ഒരു ബിഗ് സീറോ എന്നുള്ള രീതിയിലേക്കായി. 5 ലക്ഷത്തിന്റെ അടുത്ത് എനിക്ക് സെയിൽസിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു. ഹായ്, റെഹാനത്ത്, സ്വാഗതം നമ്മുടെ ഈ ഒരു ഹോളോ ഫ്രെയിം ഇന്റർവ്യൂയിലേക്ക്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ ഈ ഒരു ഹോളോ ഫ്രെയിംസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഡിസ്കഷനിലൂടെ നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിൽ നമ്മൾ ഓരോ മൈൽ സ്റ്റോൺ കഴിഞ്ഞിട്ടാണ് മുന്നോട്ട് പോകുക. അപ്പോൾ നമ്മുടെ ഓരോ അച്ചീവ്മെൻറ്റ്സുകൾ നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുന്ന സമയത്ത് അത് കേൾക്കുന്ന ഓരോരുത്തർക്കും അതൊരു ഇൻസ്പിറേഷൻ ആവും, അവർക്കും ആക്ഷൻ എടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ശരിക്കും ഒന്ന് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. എവിടെയാണ് സ്ഥലം, എന്താണ് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. എന്റെ പേര് റൈഹാൻ സക്കരിയ. ഞാൻ ജനിച്ചത് എറണാകുളം പെരുമ്പാവൂർ ഏരിയയിലായിരുന്നു. എന്റെ വിവാഹം എന്ന് പറയുന്നത് ഞാൻ അത്യാവശ്യം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫാമിലി ആയിരുന്നു. പക്ഷെ എന്റെ വളർച്ചയോടൊപ്പം തന്നെ എന്റെ ഫാദറിന്റെ വളർച്ചയും വരുന്നതിന്റെ കൊണ്ട് ഫിനാൻഷ്യലി ഞങ്ങൾ അത്ര ബുദ്ധിമുട്ട് ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്കൊരു വരുമാനം എന്നുള്ള രീതിയിലേക്കൊന്നും വിവാഹത്തിന് ശേഷം എനിക്ക് എന്തെങ്കിലും ആവണം അങ്ങനെ ഒരു അംബീഷനും കാര്യങ്ങളൊന്നും എനിക്കില്ല. ഞാൻ അതിനുശേഷം വിവാഹം കഴിഞ്ഞതും അത്യാവശ്യം ഫിനാൻഷ്യലി സെറ്റിൽ ആയിട്ടുള്ള ഒരു ഫാമിലിയിലേക്കാണ്. ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ കണ്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഞാൻ അതുവരെ കണ്ടിരുന്നത് നമ്മളൊക്കെ അറിയപ്പെടുന്ന ഒരു കുടുംബ പേരിലാണെന്നുണ്ടെങ്കിൽ എന്റെ വിവാഹത്തിന് ശേഷം ഞാൻ കണ്ടത് ഓരോരുത്തരുടെ ഫാമിലിയിൽ അവരുടെ ബ്രാൻഡ് ആ പേരിലാക്കി, അത് ഇന്ന ബ്രാൻഡിലെ മക്കളാണ്, ഇന്ന ബ്രാൻഡിന്റെ ആൾക്കാരാണ്, അങ്ങനെ ഓരോ ബ്രാൻഡിന്റെ കീഴിലാണ് ഞാൻ അവരെ അറിയപ്പെടുക. ആ സമയത്താണ് ബ്രാൻഡ് എന്നുള്ളൊരു സംഭവം എനിക്ക് മനസ്സിലായത്. അപ്പോഴും ഞാനൊരു ജോലിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. വിവാഹത്തിന് ശേഷമാണ് ആള് നാട്ടിൽ വന്ന് ബിസിനസ് ചെയ്യാൻ ആരംഭിച്ചത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ബിസിനസ് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാള് നാട്ടിൽ വന്നപ്പോ നഷ്ടങ്ങൾ വന്നു തുടങ്ങി. ഫസ്റ്റിലെ നമുക്ക് നഷ്ടങ്ങളൊന്നും അങ്ങനെ ബാധിക്കുന്നുണ്ടായിരുന്നില്ല. പയ്യെ പയ്യെ നമ്മള് സമ്പാദിച്ച ഓരോ കാര്യങ്ങളും നമുക്ക് വീടും കാറും അങ്ങനെ ഓരോന്നും നഷ്ടപ്പെടാൻ തുടങ്ങി. കോവിഡിന്റെ ടൈം ആയപ്പോഴും കംപ്ലീറ്റ് ലോസ് ആയി. അതായത് നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ടൈമിനകത്തേക്കും ഫുള്ളായിട്ടും നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ട് ഒരു ബിഗ് സീറോ എന്നുള്ള രീതിയിലേക്കായി. ആ സമയം തൊട്ടാണ് എനിക്കും ഒരു ഏർണിങ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഫാമിലി മുന്നോട്ട് പോവുള്ളൂ എന്ന രീതിയിലേക്ക് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പൊ ആ സമയത്ത് ഞാൻ അപ്പൊ ആൾക്കൊരു ഏകദേശം 5-6 വർഷം ഗ്യാപ്പ് വന്നിട്ടുണ്ട് വിവാഹത്തിന് ശേഷം. അപ്പൊ അത്രയും ഗ്യാപ്പ് വന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഞാൻ ബികോം ആണ് പഠിച്ചത്. അപ്പൊ അങ്ങനെ എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്റെ കുട്ടികൾ, ഞാനപ്പോ ഡെലിവറി കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ എന്തെങ്കിലും ചെയ്യാവുന്ന രീതിയിൽ റിസർച്ചും കാര്യങ്ങളും. അപ്പൊ ഞാൻ ഒരുപാട് ഫീൽഡ് ഇങ്ങനെ കവർ ചെയ്തു പോയത്, ഷെയർ മാർക്കറ്റ്, ബിറ്റ് കോയിൻസ്, അങ്ങനെ അവസാനം ഞാൻ ചെന്നുപെട്ടതാണ് നമ്മുടെ ഡ്രോപ്പ് ഷിപ്പിംഗ് ഏരിയയിൽ, ഇ കൊമേഴ്സ് ഏരിയയിൽ ചെന്നുപെട്ടു. ആ സമയത്തുള്ള ഫേസ്ബുക്ക് ആഡ്സിന്റെ സമയത്താണ് സാറിന്റെ വീഡിയോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ സാറായിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ടില്ല, സാറിന്റെ വെബിനാർ ഞാൻ അറ്റൻഡ് ചെയ്തു, പക്ഷെ സാറായിട്ട് കണക്ട് ചെയ്തില്ല. ഓൾറെഡി ഞാൻ ആ സമയത്ത് ഷോപ്പിംഗ് ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടായി. അങ്ങനെ ഞാൻ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്തപ്പോഴാണ് ഫിസിക്കൽ പ്രൊഡക്റ്റിന്റെ ആ ഒരു എന്താ പറയാ ഒരു ബുദ്ധിമുട്ട്. നമ്മുടെ പ്രൊഡക്റ്റ് അല്ല, ഓൾറെഡി നമുക്ക് നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്നാണ് പ്രൊഡക്ട്സ് വരുന്നത്. അപ്പൊ അത് ചില ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യാത്തതിന്റെ പേരിൽ നമ്മൾ സെയിൽസിലേക്ക് പോയാലും വിത്തിൻ 2 weeks അത് റിട്ടേൺ വരും. അപ്പൊ അതിന്റെ ആ ഒരു ഡീമെറിറ്റും കാര്യങ്ങളും ഞാൻ അപ്പോഴാണ് ഫേസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോഴും ഡിജിറ്റൽ പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പൊ സാറിനെ ഞാൻ വെബിനാർ അറ്റൻഡ് ചെയ്തപ്പോൾ ഡിജിറ്റൽ പ്രൊഡക്റ്റിനെ പറ്റി സാർ പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് എനിക്കൊരു ഡിജിറ്റൽ പ്രോഡക്റ്റിന് ആ സമയത്ത് ഞാൻ ചിന്തിക്കുന്നത്, ഞാനപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫീൽഡ് എന്ന് പറയുന്നത് ഡിസൈനിങ് ആണ്. അപ്പൊ ഞാൻ അത്യാവശ്യം സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും, എനിക്ക് എന്തെങ്കിലും കാര്യം ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ ആ സമയത്തൊക്കെ ഹസ്ബൻഡ് ഫുൾ ലോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആള്, പക്ഷെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യുന്ന രീതിയിൽ സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ എന്തെങ്കിലും ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. കാരണം കുട്ടികൾ അപ്പോഴൊക്കെ എനിക്ക് 4 കുട്ടികളുണ്ട്, അവരൊക്കെ ചെറിയ കുട്ടികളായതിന്റെ പേരിൽ എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ അവസാനം ഞാൻ UX UI കോഴ്സ് എടുക്കാണ്. വെബ് ഡിസൈൻ, എനിക്ക് ഡിസൈൻ ഫീൽഡ് ഇഷ്ടമായതുകൊണ്ട് തന്നെ UX UI ഡിസൈൻ കോഴ്സ് എടുക്കാണ്. ഈ സമയത്താണ് എനിക്ക് ലാംഗ്വേജ് അത്ര കുറച്ച് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിന്റെ ആ ഒരു കോഴ്സ് കൂടി എടുക്കുക. അപ്പൊ ആ സമയത്ത് ഫിനാൻഷ്യൽ ഹസ്ബൻഡ് അപ്പൊ ആ സമയത്ത് ഒരു ഹോട്ടൽ ബിസിനസ് തുടങ്ങി. ഫുൾ ലോസ്, അതായത് വലിയൊരു എമൗണ്ട്, ഞങ്ങൾക്ക് ചെറിയൊരു എമൗണ്ടിൽ തന്നെ നമുക്ക് എത്ര വലിയൊരു എമൗണ്ട് ബാധ്യതയിലേക്ക് വരണം. അപ്പൊ നമുക്ക് വീണ്ടും ഒരു കോഴ്സിന് സ്പെൻഡ് ചെയ്യാൻ മണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു
ഞങ്ങൾക്ക് അത്യാവശ്യം അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ചെറിയൊരു കോഴ്സ് പോലെ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് പ്രാക്ടീസിനും കൂടി വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റിന് ഒരു PDF ക്രിയേറ്റ് ചെയ്തു. ഏകദേശം എനിക്കൊന്ന് 3 weeks എനിക്ക് ആ സമയത്ത് സിസ്റ്റത്തിനകത്ത് മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെയൊന്നും അറിയില്ല. ഞാൻ വാട്സപ്പിൽ മലയാളം വോയിസ് ആയിട്ട് റെക്കോർഡ് ചെയ്യും, അത് കോപ്പി പേസ്റ്റ് ചെയ്ത് വേർഡിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഒരു 3 weeks കൊണ്ട് ഞാൻ ആ PDF സെയിൽസിലേക്ക് ഇട്ടു. അപ്പൊ ആ സമയത്തോടെ എനിക്ക് ഫേസ്ബുക്ക് ആഡ്സിനെ പറ്റി ഒരു പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ ക്യാൻവയിൽ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് ഞാൻ സെയിൽസിലേക്ക് ഇട്ടു. പക്ഷെ എങ്കിലും ഞാനത് ജസ്റ്റ് ഒരു പേര് ബ്രാൻഡ് എന്നുള്ള രീതിയിലല്ല, എനിക്കൊരു പോക്കറ്റ് മണി എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ സമയത്ത് ഒരു വിത്തിൻ 2 weeks കൊണ്ടുള്ള അതിനകത്ത് സെയിൽസ് കണ്ടപ്പോൾ ഞാൻ ചെറിയൊരു എമൗണ്ടാണ്, 99ന്റെ കോഴ്സ് ആണെങ്കിൽ പോലും എനിക്ക് ഏകദേശം ഒരു ദിവസം 200 സ്പെൻഡ് ചെയ്താലും 1000 രൂപയുടെ റിട്ടേൺ കിട്ടുന്ന രീതിയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ഫേസ്ബുക്കിനെ പറ്റി പഠിക്കണം. ആ സമയത്ത് ഞാൻ സാറിന്റെ വീണ്ടും രണ്ടാമത് ഒരു വെബിനാർ ആ ടൈമിൽ അറ്റൻഡ് ചെയ്തു. എനിക്കൊണ്ട് ഏകദേശം ഒരു തിങ്കളാഴ്ച എങ്ങാണ്ടാന്ന് തോന്നുന്നു. ആ സമയത്ത് ഞായറാഴ്ച. അപ്പൊ ആ സമയത്ത് സാർ ഒരു ഓഫർ തന്നിട്ടുണ്ടായിരുന്നു, ആ ടൈമിൽ തന്നെ ജോയിൻ ചെയ്യാണെന്ന്, ഇത്ര എമൗണ്ട് ജോയിൻ ചെയ്തിട്ട് പിന്നെ എമൗണ്ട് പേ ചെയ്താൽ മതി എന്നുള്ളത്. അപ്പൊ ആ സമയത്തിന് അപ്പൊ തന്നെ ഞാനൊരു തീരുമാനം എടുത്തു. ആ സമയത്ത് എന്റെ ഹസ്ബൻഡിന്റെ ബിസിനസ് സത്യം പറയുന്ന കട പൂട്ടണ അന്ന് തന്നെയാണ് ഞാൻ ആ എമൗണ്ട് സ്പെൻഡ് ചെയ്തത്. അപ്പൊ തന്നെ ഞാൻ എമൗണ്ട് സ്പെൻഡ് ചെയ്തു. പിന്നെ കാജുവൽ വന്നപ്പോൾ ഞാൻ കണ്ടത് വേറൊരു ലോകമാണ്. അതായത് നമ്മുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴും എന്റെ ഒരു പാഷൻ അല്ല ഞാൻ ഫോളോ ചെയ്യുന്നത്. ഞാൻ ഇംഗ്ലീഷിന്റെ കോഴ്സാണ്. അപ്പൊ സാറിന്റെ ആദ്യത്തെ 3 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ നമ്മുടെ നിഷ് സെലക്ട് ചെയ്യാനുള്ള ഒരു കോഴ്സാണ്. അപ്പോഴും ഞാൻ എന്നോട് തന്നെ ഒരു കള്ളം പറഞ്ഞിട്ട് ഇംഗ്ലീഷ് നമുക്ക് ഫോളോ ചെയ്യാം, അങ്ങനെ മുന്നോട്ട് പോകുന്ന രീതിയിൽ മുന്നോട്ട് പോയി. അപ്പോൾ ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് വീഡിയോ ആണ്. എനിക്കിങ്ങനെ എന്താ പറയാ പബ്ലിക്കിൽ എന്നെ ഫേസ് കാണിക്കാന്ന് പറയുന്നത്, ഞാൻ എന്റെ പ്രൊഫൈൽ പിക് പോലും ഇടാത്തൊരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരാൾ ഇങ്ങനെ വീഡിയോയിൽ വരാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു കുറച്ച് ടൈം ഞാൻ എങ്കിലും ഹൈഡ് ചെയ്തിട്ട് സെയിൽസിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്തേക്ക് സെയിൽസ് കുഴപ്പമില്ല, ഏകദേശം 40K 50K എടുത്ത് സെയിൽസ് നടക്കുന്നുണ്ട് എന്റെ ഫേസ് കാണിക്കാനായിട്ട് കൂടി. പക്ഷെ ഞാൻ ഓർത്തു അങ്ങനെ തന്നെ പോട്ടെ എന്ന് ഓർത്തു. പിന്നീട് മുന്നോട്ട് പോകുന്നതോറും ഈ പറഞ്ഞ മാതിരി നമുക്ക് ട്രസ്റ്റ് ഇഷ്യൂ, അതായത് കസ്റ്റമർ ചോദിക്കുമ്പോൾ നമുക്ക് ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളും വന്നു തുടങ്ങി. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അപ്പൊ നമുക്ക് ആദ്യം തൊട്ടേ നമ്മുടെ ചരിത്രം പറയേണ്ട ഒരു അവസ്ഥയാണ്. ഏത് കസ്റ്റമർ വന്നാലും നമുക്ക് ഇങ്ങനെ റിപ്പീറ്റേഷൻ വന്നു. എങ്കിൽ പോലും ഞാൻ ഫേസ് കാണിക്കാൻ തയ്യാറല്ലായിരുന്നു. പിന്നെ ആ ടൈമിലാണ് Q2 സാറിന്റെ തന്നെ ഫ്രീഡം ചലഞ്ചിന്റെ പ്രോഗ്രാമിനെ പങ്കെടുത്തത്. അപ്പൊ ആ സമയത്ത് സാറ് വീഡിയോ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ 2 വീഡിയോ ചെയ്തെങ്കിലും പിന്നെ എനിക്ക് ഒട്ടും പറ്റാണ്ടായപ്പോ ഞാനത് ഫുള്ളായിട്ട് നിർത്തി. ഇപ്പൊ സാറിന്റെ അടുത്ത് ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്തെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 4 മാസം എങ്ങാണ്ട് ബ്രേക്ക് സാറിന്റെ അടുത്ത് ഞാൻ എടുത്തിട്ട് 4-5 മാസം എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് വീഡിയോ പറ്റില്ല എന്നുള്ള രീതിയിൽ. എന്നിട്ട് പിന്നീട് മുന്നോട്ടേ സെയിൽസിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് ഞാൻ ഈ കുറച്ച് നാൾ മുമ്പ് ഞാൻ ജസ്റ്റ് എനിക്ക് ഇത്രയും നാൾ എത്ര സെയിൽസ് നടന്നിട്ടുണ്ടെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് ഏകദേശം 5 ലക്ഷത്തിന്റെ അടുത്ത് എനിക്ക് സെയിൽസിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു, ഇത്രയും സെയിൽസ്. കാരണം എന്റെ കയ്യിലൊന്നും ഇല്ല, നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴും ഞാൻ 0 തന്നെയാണ്. പക്ഷെ ഇത്രയും സെയിൽസിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായത് നമ്മൾ നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ട്, നല്ലൊരു സ്ട്രക്ചർ ഉണ്ട്, സിസ്റ്റം ബിൽഡ് ചെയ്തതിനെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യും. അപ്പൊ തന്നെ സാറിന്റെ ക്ലാസ് വീണ്ടും കേട്ടു തുടങ്ങി. ആ സമയത്താണ് സാർ Q6 സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഞാൻ Q6 പങ്കെടുത്തു. അപ്പൊ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് Q2 എന്റെ കൂടെ ഉള്ളവർ ഞാൻ ഇപ്പൊ എവിടെയാന്നുള്ള രീതി ഞാൻ സെർച്ച് ചെയ്തു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ എന്താ പറയാ സന്തോഷം, അതിനൊപ്പം തന്നെ എന്താ പറയാ ഒരു നഷ്ടബോധം. കാരണം അവരൊക്കെ ഇപ്പൊ വേറെ രീതിയിൽ സൂപ്പർ ലീഡേഴ്സ് എന്നുള്ള രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അന്ന് എടുത്ത ആ ഒരു ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ഡൗട്ടും ഒരു എന്താ പറയുക ഒരു മടിയും കൊണ്ട് ഞാൻ ഇപ്പോഴും എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത് എനിക്ക് മനസ്സിലായി. എങ്കിൽ പോലും എനിക്ക് ഏകദേശം 5,000+ സെയിൽസ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സാറിന്റെ വാട്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അത് ഞാൻ മാനുവൽ ആയിട്ട് ഞാൻ എന്റെ കസ്റ്റമേഴ്സായിട്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിനകത്ത് എനിക്ക് 2-3 ആദ്യം അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം 2-3 വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വോയിസ് കൂടെ എനിക്ക് സെയിൽസിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറേ സിസ്റ്റം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ Q6ന്റെ സമയത്ത് സാറിന്റെ നിഷിന്റെ ആ മൈക്രോ നിഷിന്റെ ക്ലാസ് ആയിട്ടപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ എന്റെ പാഷൻ ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ് കൂടുതലും എനിക്ക് ഇത്ര എഫക്റ്റ് ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ എന്റെ പാഷൻ എന്ന് പറഞ്ഞാൽ ഡിസൈനിങ് തന്നെയാണ്. അപ്പൊ ഞാൻ ഡിസൈനിങ് ഫീൽഡിലേക്ക് പയ്യൊന്ന് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ കോഴ്സും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ സ്റ്റിച്ചിങ്ങില് വുമൺസിന് അവരെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, വളരെ സന്തോഷം ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ. ശരിക്കും ഇപ്പോൾ കറക്റ്റ് ട്രാക്കിലാണ്. നമ്മുടെ ഇത്രയും നാളത്തെ നമ്മുടെ എല്ലാ നഷ്ടങ്ങളും ലാഭമായിട്ട് മാറുന്നത് നമ്മൾ കറക്റ്റ് മൈക്രോനിഷിൽ വർക്ക് ചെയ്യുമ്പോഴാണ്, പ്രത്യേകിച്ച് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെയാണ്. കാരണം നമ്മൾ വളരെ കുറച്ച് സംസാരിച്ചാൽ മതി, കുറച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ മതി, പെട്ടെന്ന് ആൾക്കാരിലേക്ക് ആ ഒരു ട്രസ്റ്റ് എത്തിക്കാനായിട്ട് നമുക്ക് കഴിയുന്നുള്ളതാണ്. അപ്പോൾ ഈ തുടങ്ങിയ ജേണി നമ്മുടെ കാൽസ്റ്റർ കമ്മ്യൂണിറ്റിയിലെ ഫ്രീഡം ഫിഷർ ആകുക എന്നുള്ളതാണ് ആദ്യത്തെ മൈൽ സ്റ്റോൺ. അതിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹോളോ ഫ്രെയിമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത 3ാമത്തെ മൈൽ സ്റ്റോൺ, അതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺ 1 CR.
കൃത്യമായിട്ട് ഈ ഒരു മൈക്രോ നിഷിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രഡീഷണൽ ബിസിനസ്സിൽ നമ്മുടെ ചുറ്റുമുള്ള പല ബിസിനസ്സിലും നമ്മൾ കാണുന്നതിനേക്കാളും ഒരു വലിയ വ്യത്യാസമായിരിക്കും വരിക. കാരണം ഇത് എല്ലാം ഓട്ടോമേഷനാണ്. നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് ഏറ്റവും മികച്ചതാവണം, അത് കൂടുതൽ ആൾക്കാരിൽ കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം. അതാണ് ഡിജിറ്റൽ പ്രോഡക്റ്റ് എന്ന് പറയുക. അപ്പം ഇപ്പോൾ ആയിരിക്കുന്ന കറക്റ്റ് ട്രാക്കിലാണ്. ഇനി അടുത്ത വർഷം പ്രത്യേകിച്ച് റൈറ്റ് മൊമെൻ്റ് ആണ്. 2025 കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമേഷൻസും വെബിനാറൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാനായിട്ടും അതിൽ മാക്സിമം വാല്യൂസ് കൊടുക്കാനായിട്ടും ഈ ഫാഷൻ റിലേറ്റഡ് ആയിട്ട് ആയിരിക്കുന്ന ഒത്തിരി ആൾക്കാർക്ക്, ഈ പല ആൾക്കാരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരില്ല എന്നുള്ളതാണ്. പല ഇൻഫർമേഷൻ നെറ്റിൽ കിട്ടും, പക്ഷേ നമ്മളെ കെയർ ചെയ്യുന്ന ആൾക്കാർ കിട്ടുക എന്നുള്ളത് വളരെ റെയറാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ വളരെ തുടങ്ങുന്ന ആൾക്കാർക്ക് കുറേ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഇപ്പം റയാന് തുടങ്ങിയ സമയത്തുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കാം, പക്ഷെ അതൊക്കെ ഇനി വരുന്നവർ ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഇല്ല. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നിങ്ങളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം, അഡ്വർടൈസിങ്സ് റൺ ചെയ്യേണ്ട എങ്ങനെ ആയിരിക്കണം, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ആയിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു വലിയ ദൗത്യത്തിലാണ് ആയിരിക്കുന്നത്. സോ വളരെ സന്തോഷം. നമുക്ക് ഇനിയും അടുത്തൊരു ഹോളോഫ്രെയിമിലേക്ക് വരണം. ഈ ഒരു 10 days വീഡിയോ ചലഞ്ച് അത് നമ്മൾ ഈ തുടങ്ങിയ സമയത്ത് കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, ചെയ്യണോ വേണ്ടെന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ആ ഒരു 10 days വീഡിയോ ചലഞ്ച് 10 days വീഡിയോ ചലഞ്ച് എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനെന്ന് പറയുന്നതിന് ഒട്ടും ആൾക്കാരായിട്ട് ഞാൻ നല്ല രീതിയിൽ സംസാരിക്കും. അതായത് എന്റെ ഫ്രണ്ട് സർക്കിള്, എന്റെ ഫാമിലി, അതിന്റെ പുറത്തേക്കൊരു ഇത് എനിക്ക് തോന്നുന്നു എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിന് പോലും എന്നെ ഓർമ്മയില്ല. അത്രയും ഞാൻ ഹൈഡ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് എന്റെ വീഡിയോ ഷെയർ ചെയ്ത് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്താണ്. അപ്പൊ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ ഞാൻ അത് വളരെ ഡീപ്പായിരിക്കും, അത് കണ്ടിന്യൂ ചെയ്യും. എനിക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പൊ ഞാൻ അവർക്ക് ഷെയർ ചെയ്തപ്പോൾ അവര് അത്ഭുതമായിരുന്നു അവർക്ക് തോന്നി. കാരണം എന്നെ പോലെ ഒരു വ്യക്തി ഇങ്ങനെ വീഡിയോയിൽ വരാന്ന് പറയുമ്പോൾ അവർ എന്ത് പറ്റിയത്, എന്താ ചെയ്യണേ. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, സാറിന്റെ ക്ലാസ്സിൽ നിന്ന് കേൾക്കുന്നുണ്ട്, വീഡിയോയിൽ വരാനുള്ള ഒരു ബുദ്ധിമുട്ടോടെ എനിക്ക് അത് ഒരുപാട് ചലഞ്ച് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരും തന്നെ ദിവസവും എനിക്ക്, പിന്നെ ഇപ്പൊ ഞങ്ങൾ ചാറ്റ് ചെയ്യുന്ന വീഡിയോ കൂടെയാണ്. അവർ പറഞ്ഞ അങ്ങനെ ചെയ്താൽ മാത്രം അവർക്കും അറിയാം, അവർ ടീച്ചിങ് ഫീൽഡിൽ തന്നെ എടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് പറഞ്ഞ നമ്മളും ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് അവര് നമ്മുടെ കൂടെ സപ്പോർട്ടും കാര്യങ്ങളും. എന്താ പറയാ, ഞാൻ ആ ഫസ്റ്റ് ഡേയിൽ എടുത്ത വീഡിയോ പോലെ അല്ല ഡേ 10 എടുത്തത്. എനിക്കിപ്പോ ഒരു ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷെ എനിക്കിപ്പോൾ ഞാൻ അതിന്റെ ചാനലും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. എനിക്കിപ്പോ ഫുൾ കോൺഫിഡൻസോടെ ഒരു ക്യാമറയുടെ മുമ്പിൽ സംസാരിക്കാനാണെങ്കിലും എന്നെ പോലെ ഒരു വ്യക്തി ഇത്രയധികം മാറാന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ പലരും അത്ഭുതപ്പെട്ടേക്കും. കാരണം ഞാൻ ഒട്ടും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും വരാത്തൊരു വ്യക്തിയാണ്. അപ്പൊ എന്നെ പോലെ ഒരു വ്യക്തി ഇത്രയധികം മാറണമെന്നുണ്ടെങ്കിൽ ആ 10 days വീഡിയോ ചാലഞ്ച് നമുക്ക് അത്രയധികം നമുക്ക് റിസൾട്ട് വരുന്നുണ്ടെന്നുള്ളതാണ്. വളരെ സന്തോഷം. ഈ ഒരു ഇൻ്റർവ്യൂ കാണുന്ന മെമ്പേഴ്സ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും 10 days വീഡിയോ ചലഞ്ച് പരീക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ ചെയ്തു നോക്കണമെന്നുണ്ടെങ്കിൽ സൗജന്യമായിട്ട് താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം. അത് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ അധ്യായം തുടക്കമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാതെ ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയാണെന്നറിയോ, ഞാൻ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് എൻ്റെ മെൻറ്ററുടെ ഒരു വെബിനാർ രാത്രി 11 മണിക്ക് ഞാൻ കണ്ടതുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ വലിയൊരു വ്യത്യാസം വന്നത്. പക്ഷെ ഞാനത് കാണാതെ പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ വലിയൊരു ഇപ്പോഴും തിരക്ക് പിടിച്ച് നടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കറക്റ്റ് മൈക്രോ നിഷ് ഉണ്ട്, ചെയ്യുന്ന കാര്യങ്ങളോട് വലിയൊരു സന്തോഷമുണ്ട്. ഒത്തിരി ആൾക്കാരുടെ ലൈഫിൽ ഒരു ചെറുതായിട്ടെങ്കിലും ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെബിനാർ കണ്ടതുകൊണ്ടും ആ കണ്ട സമയത്ത് ഒരു ആക്ഷൻ എടുത്തതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു മൊമെൻറ്റിൽ വരാൻ കഴിഞ്ഞത്. അതുപോലെ ഇപ്പോഴും നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് ക്യാപ്സൂൾ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യണമോ വേണ്ടയോ ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അവരോട് എന്താണ് ഫൈനലി പറയാനുള്ളത്? ഞാൻ പറയുന്നത് പെട്ടെന്ന് നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളതാണ്. ഒരുപാട് ചിന്തിച്ച് നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലേക്കാവും. ലോകം ഇങ്ങനെ മുന്നോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. കാരണം ഞാൻ അന്ന് വീഡിയോ പ്രസന്റ് ചെയ്യാനുള്ള ഒരു മടി കൊണ്ട് ഞാൻ ക്വിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഇപ്പൊ നോക്കുമ്പോൾ അവരൊക്കെ വേറെ രീതിയിലേക്ക് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. ഞാൻ ആ ചെറിയൊരു തീരുമാനത്തിന് കുറച്ചൊരു 3-4 മാസത്തെ ഗ്യാപ്പ് ഇട്ടപ്പോൾ എനിക്ക് അത്രയധികം വ്യത്യാസം വന്നു. അപ്പൊ നമ്മൾ തീരുമാനം എടുക്കേണ്ടത് പെട്ടെന്ന് തന്നെയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഒരു കാര്യം. പിന്നെ നമ്മൾ എന്ത് തീരുമാനം എടുത്താലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് പ്രകൃതി തന്നെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നതാണ് വലിയൊരു സത്യം. തീർച്ചയായിട്ടും വളരെ സന്തോഷം. പ്രത്യേകിച്ച് നമ്മുടെ തീരുമാനങ്ങൾ തന്നെയാണ് നമ്മുടെ ലൈഫിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടും ഡിലേ ഇടരുത് എന്നുള്ള മെസ്സേജാണ് ഇതിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. പറയുന്നത് നമ്മുടെ ഈ ഒരു ജേർണി മുന്നോട്ട് പോട്ടെ. ഇനി ഓഫ്ലൈൻ മീറ്റിംഗ് വരുന്നുണ്ട് 16-ാം തീയതി, അതിലും മീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു 1 year അവാർഡിൽ ഒരുമിച്ച് ഇതുപോലെ മീറ്റിങ്ങിൽ വരണം. ഈ പറഞ്ഞ പോലെ ഇനി നമ്മുടെ ജേർണി കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ഒരു ഡയമണ്ടിലേക്ക് നമുക്ക് മൂവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. എല്ലാവിധ ആശംസകളും തരുന്നു. ഇനി മറ്റെന്തെങ്കിലും ഫൈനലി ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു മീറ്റിംഗ് നമുക്ക് വൈൻഡപ്പിലേക്ക് പോകും. ഒരുപാട് സന്തോഷം. നല്ലൊരു കമ്മ്യൂണിറ്റി. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ കാൽസോൾ വന്നതിന് ശേഷം, ഞാൻ ഫസ്റ്റ് കാൽസോൾ വരുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ ചോദിക്കണം, എങ്ങനെ ആരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ
ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ഫീൽഡിലുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ എല്ലാ ഫീൽഡിലുള്ള ആൾക്കാരും ഇവിടെ കണക്റ്റഡ് ആണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും സംശയം വരുമ്പോൾ ഡയറക്റ്റ് അവരായിട്ട് കണക്ട് ചെയ്യാം, നമുക്ക് അവരായിട്ട് ചാറ്റ് ചെയ്യും. അവരെന്താന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞു തരാനുള്ള മനസ്സാണ്. നമുക്ക് എന്ത് സംശയം ചോദിച്ചാലും പെട്ടെന്ന് അവർ ആൻസർ ചെയ്യും. അവർക്കൊരു മടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞ മാക്സിമം ഇത് കാണുന്ന എല്ലാ വ്യക്തികളും കാൽസോൾ എന്നുള്ള കമ്മ്യൂണിറ്റിനെ എന്താ പറയാ അതിനെ അനുഭവിക്കണം എന്നുള്ളതാണ്. അതായത് അതിനെ മനസ്സിലാക്കുക, അതിനകത്ത് ജോയിൻ ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ അത്രയും വലിയൊരു ചേഞ്ചസ് കാൽസോളിന് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. താങ്ക് യു, വളരെ സന്തോഷം. സോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്കാരം.